വിനീതന്റെ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ അല്ലാഹു തആല അതിന് സൗകര്യമൊരുക്കി കൊടുത്ത ഇസ്ലാമിക് സ്പീച്ച് ടിവിയുടെ പ്രവർത്തകർക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസി സമൂഹത്തിന് നമ്മൾ ഈ വഅലിന്റെ സദസ്സിൽ ഇരിക്കുന്നതിനേക്കാൾ ഏറെ രസകരമായി ഗൾഫിലൊക്കെ ഉള്ള സഹോദരന്മാർ കൊതിക്കുക, അവരൊക്കെ കൊതിക്കുക, പ്രച്ചോദനം ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനും കൂടെ അവസരം, അതിനും കൂടെ ലൈവായിട്ട് അവര് കേട്ടോണ്ടിരിക്കുക. എത്രയോ സദസ്സുകൾ ഇപ്രകാരം കേട്ട് ദീനിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഗൾഫിൽ നിന്ന് സംഭാവനകൾ വിളിച്ചു പറഞ്ഞ സഹോദരങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ചേ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്റർനെറ്റും ക്യാമറയും മൊബൈലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ദീനിന് വേണ്ടി ഉപയോഗിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സഹോദരങ്ങൾ, പ്രവാസികൾ അൽഹംദുലില്ലാഹ് ഈ ഒരു പ്രഭാഷണവും കേട്ടുകൊണ്ടിരിക്കുക. ഇതേപോലെ കേരളത്തിലെ അനുഗ്രഹീതരായ പ്രഭാഷകർ പി അബൂബക്കർ കാസിമി ഉൾപ്പെടെ, ബഹുമാന്യനായ ഷഫീഖ് മൗലവി ഉൾപ്പെടെ, അബൂ റബീ സദഖത്തുല്ലാഹ് ബാക്കി ഉൾപ്പെടെ ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണം അൽഹംദുലില്ലാഹ് ഇതേപോലെ ലൈവായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജപ്പാനിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ടുണ്ട് അൽ-അഖ്സ മീഡിയയിലേക്ക്. വെറുതെ പറയുന്നല്ല, ജപ്പാനിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു. ഞങ്ങളിങ്ങനെ പ്രസംഗം കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ, ജപ്പാനിലൊന്നും അല്ല കേട്ടോ, അയാളുടെ സ്വന്തം നാട്ടിലെ കണ്ണൂര് ഒരു പരിപാടി വെക്കണം, പറ്റുമോ എന്നും ചോദിച്ചിട്ട്. നമ്മൾ ചിന്തിക്കണം, എത്രയോ നല്ല കാര്യ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പ്രത്യേകമായ ഒരു ചാനൽ, ഇസ്ലാമിക് സ്പീച്ച് ടിവി എന്നൊരു ചാനൽ തന്നെ അൽഹംദുലില്ലാഹ് യൂട്യൂബിൽ സജീവമാണ്. ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ, എത്രത്തോളം എന്നാൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആഡിയോ ക്ലിപ്പുകളാക്കി അതിന്റെ വെയിറ്റ് കുറച്ച് അതിൽ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രസംഗങ്ങളുമായിട്ടൊക്കെ യൂട്യൂബുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അതൊക്കെ കാണണം, അതിൽ നിന്ന് പ്രസംഗങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അവർക്ക് വേണ്ടിയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ അയക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഇവിടെ വന്നവരോട് മാത്രമല്ല, ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തിൽ നീ വിനീതന്റെ പ്രഭാഷണം കേൾക്കുന്നോ എല്ലാവരോടും കൂടിയുള്ള ഈ വിനീതന്റെ അറിയിപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.